like a tapestry surrounding us that we forget to touch. It's why we wake up every morning. It's why we seek each other's smile. It's why we know that it's so worth it. It's why we hold on, we make the sacrifice. It's in the eyes of a child as you hold her in your arms, and your heart starts to beat once again, and your world is reborn in the freshness of her song. Smile, it's a beautiful life. It's in the hope of the poor man as he struggles to make ends meet. It's in the laughter of his children as they play in the street. Don't need $1,000,000 to raise a happy child. Just need a pair of loving arms, the time to make her smile. That's why we wake up every morning. That's why we seek each other's smile. That's why we know that it's so worth it. That's why we hold on, we make the sacrifice. It's in the tears of a friend as you finally make amends, and your soul starts to breathe once again, and the weight of the world. ദിവ്യകാരുണ്യം സ്വീകരിച്ചിടുവാൻ ആർത്തരായി നിൽക്കുന്നു ഞങ്ങൾ. സ്നേഹമേ, ദിവ്യകാരുണ്യം സ്വീകരിച്ചിടുവാൻ ആർത്തരായി നിൽക്കുന്നു ഞങ്ങൾ. സ്നേഹമേ, കുർബാനയായി ഉള്ളിൽ നിറച്ചിടണേ നിത്യജീവൻ. കുർബാനയായി ഉള്ളിൽ നിറച്ചിടണേ നിത്യജീവൻ. പെസഹാദിനം വന്നൊരു വേളയിൽ ശിഷ്യർക്ക് അപ്പവും വീഞ്ഞും നൽകി. പെസഹാദിനം വന്നൊരു വേളയിൽ ശിഷ്യർക്ക് അപ്പവും വീഞ്ഞും നൽകി. ഇതെന്റെ ശരീരം, ഇതെന്റെ രക്തം, ഇതെന്റെ ശരീരം, ഇതെന്റെ രക്തം. എന്നരുൾ ചെയ്തു നാഥൻ കുർബാനയായി. എന്നരുൾ ചെയ്തു നാഥൻ കുർബാനയായി. ആ
ദിവ്യകാരുണ്യം സ്വീകരിച്ചിടുവാൻ ആർത്തരായി നിൽക്കുന്നു ഞങ്ങൾ. സ്നേഹമേ പ്രിയപ്പെട്ട മെൽബോൺ ക്രിസ്തുഭവൻ ആഘോഷമായി സ്വീകരിക്കുകയാണെന്ന് നമുക്ക് മെൽബോണോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇതിലുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഇവനെയും അനുവിനെ അഭിനന്ദിക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുക്കിയ സിസ്റ്ററിനെ പ്രത്യേകം ഓർക്കുന്നു. നമുക്ക് വേണ്ടി കുർബാന അർപ്പിക്കുന്നത് നമ്മുടെ നവവൈദികനായ നെല്ലിൻ കളപ്പരയ്ക്കലും നായൻ കളപ്പരയ്ക്കലുമാണ്. വിദ്യാഭ്യാസ കഴിഞ്ഞ ഈ ഡിസംബർ 8-ാം തീയതി കോർഡിനേഷൻ സ്വീകരിച്ച നമ്മുടെ രൂപതയുടെ ഭാഗമായി തീർന്ന നവവൈദികരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. അവരോടൊപ്പം ചേർന്ന് നമുക്ക് ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. സമൂഹത്തിൻ്റെ ആശംസകൾ മുന്നോളം കൃത്യമായിട്ട് നേരുകയും ചെയ്യും. Dewa
സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു ഒടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥനായി എന്നേക്കും. Oh
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, പൗലോസ്ലീഹ കൊർദോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം. കർത്താവേ, ക്ഷമിക്കണമേ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഫലമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവായ യേശു താൻ ഒറ്റിക്കെടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിനു ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവേൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രമെടുത്ത് അരുളി ചെയ്തു, ഇതെൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിത്തീർന്നതിനും ചിലർ മരിച്ചുപോയതിനും കാരണം ഇതാണ്. നാം നമ്മെ തന്നെ ശരിയായി വിധിച്ചിരുന്നെങ്കിൽ നാം വിധിക്കപ്പെടുമായിരുന്നില്ല. എന്നാൽ കർത്താവ് നമ്മെ വിധിക്കുകയും ശിക്ഷണവിധേയരാകുകയും ചെയ്യുന്നു. അത് ലോകത്തോടൊപ്പം നമ്മൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. എൻ്റെ സഹോദരരെ, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ സമ്മേളിപ്പിക്കുമ്പോൾ അന്യോന്യം കാത്തിരിക്കുകയും വിശപ്പുള്ളവൻ വീട്ടിലെടുത്ത് ഭക്ഷിച്ചു കൊള്ളട്ടെ. ആരെങ്കിലും നിങ്ങളുടെ സമ്മേളനം ശിക്ഷാവിധിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സമ്മേളനം ശിക്ഷാവിധിക്ക് ഉപകരിക്കുകയുള്ളൂ. ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ വരുമ്പോൾ ക്രമീകരിച്ചു കൊള്ളാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah.
വിശുദ്ധ സുവിശേഷം ശ്രദ്ധിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാകുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. ഭക്ഷിക്കാൻ നമുക്ക് തൻ്റെ ശരീരം നൽകാൻ ഇവൻ എങ്ങനെ കഴിയും എന്ന് അവർ ചോദിച്ചു. ഈശോ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളിൽ ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാകുന്നു, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവും. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാകുന്നു. പിതാക്കന്മാർ മന്ന ഭക്ഷിക്കുകയും മരിക്കുകയും ചെയ്തതുപോലെയല്ല, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. കഫർനഹൂമിലെ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇത് പറഞ്ഞത്. ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ, സ്നേഹം നിറഞ്ഞ സിസ്റ്റർ, പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, ആദ്യമേ തന്നെ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഏറ്റവും ഒരുക്കത്തോടെ എത്തിയിരിക്കുന്ന മിൽറോണിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ്. ഈ ഉച്ചസമയം വലിയൊരു പ്രസംഗം പറയാൻ പറ്റിയ സമയമല്ല എന്നെനിക്കറിയാം. എങ്കിലും ഒരു ചെറിയ സന്ദേശം ഈ ദിവസം തരാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 3-ാം നൂറ്റാണ്ടിന് മുൻപ് ക്രൈസ്തവരെല്ലാവരും മതപീഡനം നേരിട്ടുകൊണ്ടിരുന്ന ഒരു കാലത്ത് ജയിലിലടക്കപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് പരിശുദ്ധ കുർബാന എത്തിച്ചു നൽകുന്ന ഒരു പതിവുണ്ടായി. അങ്ങനെ റോമിനടുത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ ഇങ്ങനെ ജയിലിൽ അടയ്ക്കപ്പെട്ട കുറച്ച് ക്രൈസ്തവർക്ക് പരിശുദ്ധ കുർബാന എത്തിച്ചു കൊടുക്കേണ്ടത് ആരാണ് എന്ന് അവരിങ്ങനെ കൂട്ടം കൂടി ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ 12 വയസ്സുള്ള ടാർസിറ്റസ് എന്നു പേരുള്ള ഒരു ചെറിയ ബാലൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഇത്തവണ അവർക്ക് പരിശുദ്ധ കുർബാന കൊടുക്കാൻ ഞാൻ പോകാം. ആ 12 വയസ്സുകാരൻ്റെ നിശ്ചയദാർഢ്യവും ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും ഒക്കെ കണ്ടിട്ട് അവർ പറഞ്ഞു, ഇത്തവണ നമുക്ക് ഇവനെ അയക്കാം. അങ്ങനെ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് പരിശുദ്ധ കുർബാനയുമായി ടാർസിറ്റസ് എന്ന ഈ 12 വയസ്സുകാരനെ റോമിനടുത്തുള്ള ആ ചെറിയ ഗ്രാമത്തിലേക്ക് അവർ പറഞ്ഞയച്ചു. കുറെ ദൂരം അവരിങ്ങനെ പോയി. കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ ഏതാനും വിജാതീയരായ മനുഷ്യരെ അവർ കണ്ടു. അവനവരോട് ചോദിച്ചു, നീ ആരാണ്? നീ ഇവിടേക്ക് പോകുന്നു? നിന്റെ കയ്യിൽ എന്താണ്? അവൻ അവരോടൊന്നും പറഞ്ഞില്ല. അവൻ വേഗത്തിൽ നടന്നു. അവരവനെ പിന്നീട് പിന്തുടർന്നു. അവർക്ക് പിടികൊടുക്കാതെ അവൻ വേഗത്തിൽ ഓടി, വളരെ സ്പീഡിൽ ഓടി. പക്ഷെ അധിക ദൂരം അങ്ങനെ ഓടാൻ അവന് കഴിഞ്ഞില്ല. അവരവനെ പിടികൂടി മൃഗീയമായി മർദ്ദിച്ചു. അവരാവർത്തി ചോദിച്ചുകൊണ്ടിരുന്നു, നീ ആരാണ്? നിന്റെ കയ്യിൽ എന്താണ്? അവൻ അവർക്ക് ഒരു മറുപടിയും കൊടുത്തില്ല എന്ന് മാത്രമല്ല, തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ പരിശുദ്ധ കുർബാന അവൻ നെഞ്ചോട് ചേർത്ത് വളരെ ബലമായി പിടിച്ചുകൊണ്ടിരുന്നു ഈ മൃഗീയമായ മർദ്ദനത്തിനിടയിൽ. അങ്ങനെ ക്രൂരമായി മർദ്ദിക്കപ്പെട്ട് ഈ പിഞ്ചുബാലൻ കൊല്ലപ്പെട്ടു. ആ മനുഷ്യർ, വിജാതീയരായ മനുഷ്യർ, അവനെ കുറ്റിക്കാടിൽ ഉപേക്ഷിച്ച് അവർ നടന്നുപോയി. 2 ദിവസങ്ങൾക്ക് ശേഷം ഇവനെ അയച്ച ക്രിസ്ത്യാനികളായ മനുഷ്യർ ഇവനെ കാണാനിട്ട് ഈ ചെറുപ്പക്കാരനെ തപ്പിയിറങ്ങി. വന്ന വഴിക്ക് അവർ ഈ ടാർസിറ്റസ് വഴി ഇങ്ങനെ മരിച്ചു കിടക്കുന്നത് കണ്ടു. പക്ഷെ ആ മരിച്ചു കിടന്നപ്പോഴും അവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പരിശുദ്ധ കുർബാന തൻ്റെ നെഞ്ചോട് ചേർത്ത് ബലമായി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും റോമിലെ പല പള്ളികളിലും ടാർസിറ്റസ് എന്ന ഈ പിഞ്ചുബാലൻ വണങ്ങപ്പെടുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ചിത്രം അവനിങ്ങനെ പരിശുദ്ധ കുർബാന നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ചിത്രമാണ്. എന്തുകൊണ്ടായിരിക്കാം ഈ 12 വയസ്സുകാരൻ ഇത്രയും മൃഗീയമായ മർദ്ദനത്തിനിടയിലും തൻ്റെ കയ്യിലുള്ളത് എന്താണെന്നും താൻ എവിടേക്കാണ് പോകുന്നതെന്നും വെളിപ്പെടുത്താതിരുന്നത്? അത് തൻ്റെ കർത്താവിൻ്റെ ശരീരം
വിജാതീയരുടെ കയ്യിൽപ്പെട്ട് മലിനമാക്കപ്പെടരുതെന്നും അവഹേളിക്കപ്പെടരുതെന്നുമുള്ള ഉറച്ച ബോധ്യം അവനുണ്ടായിരുന്നതുകൊണ്ടും അങ്ങനെ സംഭവിക്കുന്നതിന് ഭേദം താൻ രക്തസാക്ഷിയായി തീരുന്നത് എന്ന ബോധ്യം അവനുണ്ടായിരുന്നതുകൊണ്ടും നമ്മളൊക്കെ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണ്. പക്ഷെ പലപ്പോഴും ഈ കുർബാന എന്താണെന്നും നമുക്ക് മുൻപ് എത്രയോ രക്തസാക്ഷികൾ ഈ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി തങ്ങളുടെ ജീവൻ വെടിഞ്ഞിട്ടുണ്ടെന്നും എത്രയോ വിശുദ്ധർ ഇതിനു വേണ്ടി ത്യാഗം ചെയ്തിട്ടുണ്ടെന്നും എന്ന സത്യം തിരിച്ചറിയാതെയാണ് എല്ലാ ദിവസവും അനുദിനം നമ്മളെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാവണം. സുവിശേഷത്തിൽ 2 തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ഈശോ തൊടുന്നവരും, 2 ഈശോയെ തൊടുന്നവരും. ഈശോ തൊടുന്ന ഒരുപാട് പേര്. ഈശോയുടെ ആദ്യത്തെ സൗഖ്യം കൊടുക്കുന്ന അത്ഭുതം തന്നെ പത്രോസിന്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തുന്നതാണ്. പത്രോസിന്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തിയതിനു ശേഷം ഒരുപാട് പേർ അവിടെ കൂടിയിരുന്ന എല്ലാവരും തന്നെ ഈശോയുടെ അടുത്തെത്തി. അവരെ എല്ലാവരെയും അവൻ തൊട്ടാണ് സുഖപ്പെടുത്തിയത്. ലൂക്കായുടെ സുവിശേഷത്തിലെ കുഷ്ഠരോഗിയെ ഈശോ സുഖപ്പെടുത്തുന്നത് തൊട്ടാണ്. നായിലെ വിധവയുടെ മകന്റെ ജഡ വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയ്ക്ക് കൊടുക്കയിൽ നിന്ന് ആ ശവമഞ്ചത്തിൽ ഈശോ തൊട്ടു. അങ്ങനെ ഈശോ തൊടുന്ന ഒരുപാട് പേരെ നമുക്ക് സുവിശേഷത്തിൽ കാണാൻ പറ്റും. പക്ഷേ ഈശോയെ തൊടുന്ന വളരെ കുറച്ച് പേരും മാത്രമേ സുവിശേഷത്തിലുള്ളൂ. ഈശോയുടെ പാദം കണ്ണുനീരുകൊണ്ട് കഴുകി തലമുടി കൊണ്ട് അവന്റെ പാദം കഴുകുന്ന ആ സ്ത്രീ, പാപിനിയായ സ്ത്രീ, ഈശോയെ തൊടുന്ന ഒരാളാണ്. തനിക്ക് സൗഖ്യം കിട്ടണം എന്ന ആഗ്രഹത്തോടെ വലിച്ചു നീട്ടിയ ആ കൈ ഈശോയുടെ വസ്ത്രത്തിന്റെ അറ്റം വരെ എത്തിയുള്ളെങ്കിലും ആ വസ്ത്രത്തിന്റെ അറ്റത്തു നിന്നും സൗഖ്യം പ്രാപിച്ച രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയെ തൊട്ട ഒരാൾ. യഥാർത്ഥത്തിൽ ഇന്ന് മിൽറോൺ ഈശോയെ തൊടാൻ പോകുന്ന ഒരു ദിവസമാണ്. ഈശോ മിൽറോണിനെ ഇതിന് മുമ്പേ തന്നെ തൊട്ടിട്ടുണ്ട്, മാമോദീസ സമയം മുതൽ. പക്ഷെ മിൽറോൺ ഈശോയുടെ ശരീരത്തെ തൊടാൻ പോകുന്നത്, ശരീരം സ്വീകരിക്കാൻ പോകുന്ന ദിവസമാണ്. ഈശോ നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടു, പെസഹായുടെ ദിവസം ശിഷ്യന്മാർക്ക് കുർബാന സ്ഥാപിച്ചു കൊടുക്കുന്നത്. ആ സമയം ഈശോയ്ക്ക് അറിയാം പിറ്റേ ദിവസം ഇതേ സമയം താൻ കല്ലറയായിരിക്കുമെന്ന്. നമുക്കറിയാം നമ്മുടെ മാതാപിതാക്കന്മാരൊക്കെ അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ സ്വത്തുക്കളൊക്കെ നമുക്ക് വിഭജിച്ച് തരും, മക്കൾക്ക് വിഭജിച്ചു കൊടുക്കും. കാലാകാലങ്ങളായി എങ്ങനെയാണ് ഈശോയ്ക്ക് ഈ ഭൂമിയിൽ സ്വത്തായി ഉണ്ടായിരുന്നത് അവന്റെ ശരീരം മാത്രമാണ്. തൻ്റെ അവസാന സമയത്ത് തനിക്കുണ്ടായിരുന്ന തൻ്റെ ശരീരം തൻ്റെ ശിഷ്യർക്കും തന്നെ അനുഗമിക്കുന്നവർക്കും ഇനി കാലാകാലങ്ങളായി അനുഗമിക്കേണ്ടവർക്കുമായി അവൻ മുറിച്ചു കൊടുത്തു. കൂടെ ആയിരിക്കാൻ അത്രയ്ക്ക് ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ. വത്തിക്കാനിലെ സിസ്റ്റീൻ ചാപ്പലിൽ ഇങ്ങനെ ഡാവിഞ്ചി വരച്ചു വെച്ച മനോഹരമായ ഒരു ചിത്രമുണ്ട്. സൃഷ്ടാവായ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി മാനത്തു നിന്നും മണ്ണിലേക്ക് തന്റെ ചൂണ്ടുവിരൽ ഇങ്ങനെ ചൂണ്ടി നിൽക്കുന്ന ഒരു ചിത്രം. താഴെ ഭൂമിയിൽ മനുഷ്യൻ ഇടതുകൈ കാൽമുട്ടുകൊണ്ട് താങ്ങി പിടിച്ച് ദാഹത്തോടെ ദയനീയമായ ഭാവത്തോടെ സൃഷ്ടാവിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു ചിത്രം. കലാകാരന്റെ കണ്ണുകളിൽ മനുഷ്യൻ ദൈവത്തെ ആദ്യമായി അറിയുന്നത് തൊട്ടുകൊണ്ടാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെല്ലാം നമുക്കറിയാം, തൊട്ടറിയുന്ന ഒരു ദൈവപാരമ്പര്യം. അതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയമായ ദൈവപാരമ്പര്യം. പഴയ ദൈവത്തിൽ ഇങ്ങനെ അവർ പെസഹ ആചരിക്കുമ്പോൾ അടയ്ക്കപ്പെട്ട മുറിയിലുള്ള പുറത്തുകൂടി കടന്നുപോയ ഒരു ദൈവമാണ് ഉണ്ടായിരുന്നെങ്കിൽ പുതിയ ദൈവത്തിൽ അവരോടൊപ്പം അവരുടെ തീന്മേശയ്ക്ക് അരികിലിരുന്ന് അവരോടൊപ്പം ഭക്ഷിക്കുന്ന ഒരു ദൈവമാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇത് ആഘോഷമായ ഒരു കുർബാന സ്വീകരണമാണ്. ഈ സ്വീകരണത്തിൽ മിൽറോണിനോടൊപ്പം മിൽറോണിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും ഭക്തിയോടെ, ഏറ്റവും തീക്ഷ്ണതയോടെ, ആത്മാർത്ഥതയോടെ, വിശുദ്ധിയോടെ ഇനിയുള്ള ദിവസങ്ങളിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ മിൽറോണിൽ നമുക്ക് ഓരോരുത്തർക്കും ആകട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അതിനായി അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന വിശ്വാസികൾക്കും വേണ്ടി അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുകൂലമായ കാലാവസ്ഥയ്ക്കും സമൃദ്ധമായ വിളകൾക്കും സുഭിക്ഷമായ മത്സരത്തിനും ലോകം മുഴുവൻ്റെയും ഐശ്വര്യത്തിനു വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസങ്ങളുടെയും തലവനായ ഞങ്ങളുടെ പ്രസിദ്ധാവ് മാർ ഫ്രാൻസിസ് പപ്പായുടെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ബിഷപ്പ് മാർ ഫായം താബൂത്തായുടെയും ഞങ്ങളുടെ ദുരിതാഭീഷനായ
മാർത്തോമാമിത്രാപോലി ഞങ്ങളുടെ പിതാവിന്റെ ദാരുണ്യമായ മാറിയോസേപുത്രന്റെ അവസര സൂക്ഷികളുടെയും ക്ഷേമത്തിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനം ഞങ്ങൾ പഠിപ്പിക്കുകയും ഞങ്ങൾ അനുഭവിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാമത്തിൽ പരിശുദ്ധാത്മാവ് സമർപ്പിക്കാം. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കൈകൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരേകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ ദൈവത്തിനായി തലവെക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുക. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈഹികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്നും അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും ശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് ഞങ്ങളെ ബലപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. വിശുദ്ധ പങ്കുകൊള്ളട്ടെ. Shiva,
സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ എന്നെ ശക്തനാകട്ടെ. ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായ നിന്റെ തിരുനാമത്തിന് സ്തുതി. നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗ്ഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിക്കുന്നവന്റെ സൈന്യങ്ങളിലും ഞങ്ങളെ
രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കടങ്ങളുടെ മോചനത്തിനായ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതി, ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതത്തിലുള്ള ആരാധ്യമായ ഗാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ, സകലത്തിന്റെയും നാഥനായ എന്നേക്കും.
I'm hoping
souls with smiling faces, fighting for surrender, for now and the after, yeah. Just look around and you see that people are scared to say how they really feel. Oh, we all need a little honesty. You are love. Your heart's in 1,000 pieces. If you're lost and you're far from reason, just look up, know you are loved. Just look up, know you are loved. When it feels like something's missing, if it hurts but you can't find healing, just look up, know you are loved. Just look up, know you are loved. We're not made to be superheroes, photoshopped, all size zeros, a light not expected, but not quite perfected, yeah. Look up, see the sun is shining, there's hope on a new horizon, calling you, it's calling. You are love. If your heart's in 1,000 pieces, if you're lost and you're far from reason, just look up, know you are loved. Just look up, know you are loved. When it feels like something's missing, if it hurts but you can't find healing, just look up, know you are loved. Just look up, know you are loved. You don't have to prove yourself. Don't try to be someone else. You don't have to prove yourself. Don't try to be someone else. You are loved. You are loved. Just look up, know you are loved. Just look up. You are loved. If your heart's in 1,000 pieces, if you're lost and you're far from reason, just look up, know you are loved. Just look up, know you are loved. When it feels like something's missing, if it hurts but you can't find healing, just look up, know you are loved. Just look up, know you are loved. If your heart's in 1,000 pieces, if you're lost and you're far from reason, just look up, know you are loved. Just look up, know you are loved. If it feels like something's missing, if it hurts but you can't find healing, just look up, know you are loved. Just look up, know you are loved. We get lost, we can get high. Because me gone, I feel alive. Anywhere, anyway, I will love you. We rule the world, just you and I. Just let me down, we walk the line. When all the things go wrong, I take a shot for you. Give me your love, give me clouds, never let you go. Give me your love, give me clouds, never let you go. Give me your love. Give me your love.
Forever seems like a long time, but nothing seems like a long time when I am with you. I feel like I'm walking on water since the day that I asked your father to let go of his daughter. So give me your blessing, sir. I'll give her all that I've got. It doesn't look like much, but it sure feels like a lot. Let her take my heart and take my hand. Take my heart and take my hand. Take my heart and take my hand again and again. Right where we stand. I never really know what love is, but whatever it is, I feel it in your kiss. You waltzed in like somebody planned it all. I feel right where I belong. My knees are weak, my heart is strong. So give me your word, and I'll give you all I got. No, we don't have much, but it sure feels like a lot. So take my heart and take my hand. Take my heart and take my hand. Take my heart and take my hand again and again. Right where we stand. Take my heart and take my hand. I'll be your lover and I'll be your friend. Take my heart and take my hand again and again. Right where we stand. Too good to be true. I wanna spend my life with you. I wanna spend my life with you. Too good to be true. Wanna spend my life with you. Wanna spend my life with you. Open eye, feel the waves cut through me. Hypnotized by the sounds I'm breathing in. Hold tight.